കെ ശൈലജ ടീച്ചർ. ഈ ടീച്ചർ അമ്മയുടെ തനിക്കൊണം കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം കണ്ടതാണ്. 30 വർഷം മുമ്പ് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലാൻ, 2 കാലുകളും വെട്ടിയെടുത്ത് കൊല്ലാനുള്ളൊരു ശ്രമം CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. സദാനന്ദൻ മാസ്റ്റർ വധശ്രമ കേസിലെ പ്രതികൾ, അതിന് 7 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടവർ, അവർ കീഴടങ്ങി. സെൻട്രൽ ജയിലിൽ ഇവരെത്തുമ്പോൾ ഇവരെ സ്വീകരിക്കുന്നതും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ്. എന്ത് വൃത്തികേട് കാണിച്ചാൽ കഴിഞ്ഞാലും, ഇനി എത്ര വലിയ കൊലപാതകങ്ങൾ നടത്തിക്കഴിഞ്ഞാലും പാർട്ടി ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കും എന്നുള്ള ആത്മവിശ്വാസം അവർക്ക് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, സഖാക്കന്മാർ നന്മ മരം എന്നാണല്ലോ കെ ശൈലജ ടീച്ചറെ വിശേഷിപ്പിക്കുന്നത്, അല്ലേ? ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ അവർ ആതുര സേവന മേഖലയിൽ വലിയ സംഭാവനകൾ നൽകി. മാത്രമല്ല, കൊറോണ വന്ന സമയത്തൊക്കെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു എന്നൊക്കെയാണല്ലോ അവകാശവാദം. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭാവിയിലെ മുഖ്യമന്ത്രി എന്ന് പോലും വിശേഷിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണല്ലോ കെ ശൈലജ ടീച്ചർ. അപ്പോൾ ഈ ടീച്ചർ അമ്മയുടെ തനിക്കൊണം കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം കണ്ടതാണല്ലോ. നമ്മുടെ സദാനന്ദൻ മാസ്റ്റർ, രാജ്യസഭ MP സദാനന്ദൻ മാസ്റ്ററെ 30 വർഷം മുമ്പ് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലാൻ, 2 കാലുകളും വെട്ടിയെടുത്ത് കൊല്ലാനുള്ളൊരു ശ്രമം CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. 30 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ പ്രതികളെ, 8 പ്രതികളെയും വിചാരണ കോടതി 7 വർഷം വീതം കഠിന തടവിന് ശിക്ഷിച്ചു. പക്ഷേ ഇവർ മേൽക്കോടതിയിൽ അപ്പീലിന് പോയി. അതിനെ തുടർന്ന് മേൽക്കോടതി അവർക്ക് അവരുടെ ഈ ശിക്ഷ അത് സ്റ്റേ ചെയ്തു. അതിനുശേഷം ഹൈക്കോടതിയിൽ ഈ കേസ് എത്തിയ സമയത്ത് ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞു, അതായത് ഈ പ്രതികൾക്കുള്ള ശിക്ഷ കുറഞ്ഞുപോയി, ഈ കുറ്റവാളികൾക്കുള്ള ശിക്ഷ കുറഞ്ഞുപോയി, പക്ഷേ എങ്കിലും വിചാരണ കോടതിയുടെ വിധിയെ മാനിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരോട് കീഴടങ്ങാൻ നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 8 പ്രതികളും കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തി. CPM-ന്റെ സെക്കൻഡ് ഹോം, CPM-ന്റെ തറവാടായിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ സദാനന്ദൻ മാസ്റ്റർ വധശ്രമ കേസിലെ പ്രതികൾ, അതിന് 7 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടവർ, അവർ കീഴടങ്ങി. അവർ ജയിലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ 8 പ്രതികൾക്കും ശൈലജ ടീച്ചറുടെ, നമ്മുടെ നന്മ മരത്തിൻ്റെ ടീച്ചർ അമ്മയുടെ നേതൃത്വത്തിൽ അവിടെ മട്ടന്നൂർ പഴശ്ശിയിൽ പാർട്ടി ഓഫീസിൽ, ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഒരു യാത്രയയപ്പ് നൽകി. അവിടെ മുഷ്ടി ചുരുട്ടി ശൈലജ ടീച്ചർ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്, അല്ലേ? അപ്പോൾ ഇത്രയും വലിയ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടും CPM ക്രിമിനലുകളാണ് എന്ന് മനസ്സിലായിട്ടും ശൈലജ ടീച്ചറെ പോലുള്ള ഒരു വ്യക്തി അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് നാം കണ്ടത്. ശൈലജ ടീച്ചർ അതിനെ ന്യായീകരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ പോയത് ഒരു MLA എന്ന നിലയ്ക്കല്ല, ഞാൻ പോയത് പാർട്ടി പ്രവർത്തക എന്ന നിലയ്ക്കാണ്. കാരണം ഇവരെല്ലാം അറിയാം, ഈ 8 പേരെ എനിക്കറിയാം. അവരൊന്നും ഒരു തരത്തിലും കുറ്റം ചെയ്തവരല്ല. കുറ്റം ചെയ്യാത്തവരെ പിന്നെ എങ്ങനെയാണ് കോടതി ശിക്ഷിച്ചത്? എങ്ങനെയാണ് അപ്പീലിന് പോയ സമയത്ത് അവർ ജയിലിലേക്ക് പോകണമെന്ന് കോടതി നിർദ്ദേശിച്ചത്? എങ്ങനെയാണ്? അവർ വിശുദ്ധ ആത്മാക്കൾ ആണെങ്കിൽ അങ്ങനെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഉത്തരവ് ഉണ്ടാകുമോ? അപ്പോൾ കുറ്റം ചെയ്തില്ല. മാത്രമല്ല, ഞാൻ CPM-ന്റെ സാധാരണ പ്രവർത്തക എന്ന നിലയ്ക്കാണ് ഞാൻ അവിടെ പോയത്. മാത്രമല്ല, നിങ്ങൾ പറയുന്ന പോലെ യാത്രയയപ്പൊന്നും നൽകിയതില്ല. അവർ സെൻട്രൽ ജയിലിലേക്ക് പോകുമ്പോൾ അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന വിഷമം അത് ഷെയർ ചെയ്യാൻ വേണ്ടി, അത് പങ്കുവെക്കാൻ വേണ്ടി പോയി എന്നതിനപ്പുറം ഇതിനൊരു മാനം നൽകണ്ട എന്നാണ് നമ്മുടെ ശൈലജ ടീച്ചർ പറഞ്ഞു വെച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഏതൊക്കെ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് സെൻട്രൽ ജയിലിലേക്ക് പോകുന്നവരുണ്ടോ, CPM-ന്റെ ക്രിമിനലുകൾ, അവർക്കൊക്കെ വലിയ യാത്രയയപ്പ് നൽകുന്നു. മാത്രമല്ല, സെൻട്രൽ ജയിലിൽ ഇവരെത്തുമ്പോൾ ഇവരെ സ്വീകരിക്കുന്നതും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ്. ഇപ്പോൾ വിപ്ലവകാരികൾക്ക്, എന്തോ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് ജയിലിൽ പോകുന്നത് പോലെയാണ് ഇവർ ജയിലിലേക്ക് കയറ്റിവിടുന്നത്. പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ഒരു സമീപനം ആശാസ്യമാണോ? എന്തായാലും തെറ്റ് ചെയ്തു എന്നുള്ളത് 100% ശരിയാണ്. അതുകൊണ്ടാണല്ലോ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു വിധി ഉണ്ടായത്. അപ്പോൾ ആ കോടതി വിധി മാനിച്ചുകൊണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ
നിയമ നീതിന്യായ വ്യവസ്ഥ ഇതൊക്കെ മാനിച്ചുകൊണ്ട് അത് അംഗീകരിക്കേണ്ടതിന് പകരം ഈ കുറ്റവാളികളെ വീണ്ടും വെള്ളപൂശുന്ന ഒരു സമീപനമാണ് CPM-ൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാവുന്നത്. ഇങ്ങനെ ഒരു പരിരക്ഷ, പാർട്ടിയുടെ സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ നമുക്കറിയാം, ഇപ്പോൾ പുതിയ ആളുകൾ വന്നിട്ടുണ്ടല്ലോ, അർജുൻ ആയങ്കി, അതുപോലെ ആകാശ് തില്ലങ്കേരി, ഇവരൊക്കെ ഈ കുറ്റവാളികളുടെ പാതയാണല്ലോ പിന്തുടരുന്നത്, ഇവരെയാണല്ലോ മാതൃകയാക്കുന്നത്. കാരണം അവർക്കും അറിയാം എന്ത് വൃത്തികേട് കാണിച്ചാൽ കഴിഞ്ഞാലും, ഇനി എത്ര വലിയ കൊലപാതകങ്ങൾ നടത്തിക്കഴിഞ്ഞാലും പാർട്ടി ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കും എന്നുള്ള ആത്മവിശ്വാസം അവർക്ക് ഉണ്ട്. അതുകൊണ്ട് പാർട്ടി ഇനിയെങ്കിലും ഇങ്ങനെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനം, ഇവരെ ചേർത്ത് നിർത്തുന്ന സമീപനം അത് ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. രഹസ്യമായിട്ട് നിങ്ങൾ ചെയ്തോ, പക്ഷേ ഇത് പരസ്യമാക്കിക്കൊണ്ട് കൂടുതൽ ആളുകളെ അവരെ കുറ്റം ചെയ്യിക്കാനുള്ള ആ ഒരു പ്രേരണ നൽകുന്ന ഈ സമീപനം CPM പോലുള്ള നമ്മുടെ നാട് ഭരിക്കുന്ന പാർട്ടിയാണ്, CPM-ന് ഭൂഷണമല്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരം ക്രിമിനലുകൾക്ക്, CPM-ൻ്റെ ക്രിമിനലുകൾക്ക്, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടൊക്കെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തുന്ന ക്രിമിനലുകൾക്ക് പാർട്ടി പരിരക്ഷ അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അവിടെയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പാർട്ടി സംവിധാനം അവിടെയും നിലനിൽക്കുന്ന കാലത്തോളം അവർക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ലഭിക്കും. മാത്രമല്ല, ഇവരൊക്കെ ഇതിനകത്ത് വല്ല തൊഴിലും ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകുന്ന ആ ഒരു സന്തോഷത്തിലാണ് ഇവരൊക്കെ സെൻട്രൽ ജയിലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്തരം നടപടികൾ CPM-ന് ഭൂഷണമല്ല. എന്ത് ചെയ്യാനാണ്? CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർട്ടി കോടതിയുണ്ട്, പാർട്ടിയുടെ പോലീസുണ്ട്. മാത്രമല്ല, ശിക്ഷ വിധിക്കുക അവരുടെ ഒരു കമ്മിറ്റി, സാധാരണ എന്ത് വിഷയമുണ്ടായിക്കഴിഞ്ഞാലും അത് പോലീസിന് ആ കേസ് ഒന്നും കൈമാറാതെ സ്വന്തം നിലക്ക് അത് സെറ്റിൽ ചെയ്യുന്ന ഒരു നടപടിക്രമമാണല്ലോ CPM അനുവർത്തിച്ചു പോരുന്നത്. അപ്പം അതുകൊണ്ട് കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിയിട്ടുണ്ട്. പൊതുസമൂഹം ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കും എന്നാണ് കരുതുന്നത്.